ഒരുപാട് സൂപ്പർ ഹീറോസ് ഉള്ളൊരു വേൾഡ്. അതിലൊരുപാട് സൂപ്പർ ഹീറോസിനെ, മെയിനായിട്ടുള്ള കുറേ സൂപ്പർ ഹീറോസിനെ ഓൺ ചെയ്യുന്നൊരു കോർപ്പറേഷൻ. അപ്പോൾ ഈ കോർപ്പറേഷൻ അത്യാവശ്യം ഗ്രീഡിയാണ്, ഭയങ്കര കറപ്റ്റീവാണ്. അവരുടെ മെയിൻ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂപ്പർ ഹീറോസിനെ മെർച്ചൻഡൈസ് ചെയ്യുക, അപ്പോൾ അവരെ ബേസ് ചെയ്തിട്ട് മൂവീസ് വിടുക, അത് ജനങ്ങളിലേക്ക് ഫോഴ്സ് ചെയ്യുക. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ സൂപ്പർ ഹീറോസ് ഒരു ഹീറോസാണ്, പക്ഷേ യഥാർത്ഥത്തിൽ അവർ ഹീറോസ് ആണോ അല്ല, അവർ ജസ്റ്റ് ഒരു മാർക്കറ്റിംഗ് പ്രൊഡക്റ്റായി മാറുകയാണ്. സോ ഇത്തരം ഒരു തീമിൽ വന്ന ഒരു സീരീസ് ആയിരുന്നു ആമസോൺ പ്രൈമിൻ്റെ ദ ബോയ്സ്. അപ്പോൾ ഏകദേശം 5 സീസണോളം റൺ ചെയ്ത ഈ സീരീസിൻ്റെ ഫിനാലെ ഇന്നായിരുന്നു. അതായത് 5th സീസൺ 8th എപ്പിസോഡ് ഇന്നാണ് റിലീസ് ചെയ്തത്. അത്യാവശ്യം സീസൺ 5 മൊത്തത്തിലെടുത്ത് പറയാനാണെങ്കിൽ അത്യാവശ്യം ഹൈപ്പിൽ വന്നൊരു ഇതായിരുന്നു. പക്ഷേ എന്നാൽ പോലും അത്യാവശ്യം നെഗറ്റീവ് റിവ്യൂസൊക്കെ കിട്ടിപ്പോയൊരു സീസണായിരുന്നു. സോ ലെറ്റ്സ് ജസ്റ്റ് റിവ്യൂ ദ ബോയ്സ്. ദ ബോയ്സ് എന്ന് പറഞ്ഞ സീരീസിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് സോഫാർ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഒരു റിസ്ക് ടേക്കിംഗ് നേച്ചറായിരുന്നു. അപ്പോൾ അവർ ട്വിസ്റ്റുകളൊക്കെ എവിടെ നിന്നെങ്കിലുമൊക്കെ കൊണ്ടുവരും, എന്തെങ്കിലുമൊക്കെ നമ്മളെ സർപ്രൈസ് ചെയ്യും, ആസ് എ വ്യൂവർ നമ്മളെ സർപ്രൈസ് ചെയ്യുന്ന എന്തെങ്കിലും അവർ കൊണ്ടുവരും. പിന്നെ ക്യാരക്ടേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ അത്യാവശ്യം നല്ല റിസ്ക് ടേക്കിംഗ് ആയിട്ടുള്ള സീരീസ് ആയിരുന്നു. ഇപ്പോൾ മാർവലിനെ പോലെ സേഫായിട്ട് കളിച്ചിരുന്ന ഒരു സീരീസ് ആയിരുന്നില്ല. പക്ഷേ ഇവിടെ സീസൺ 5 വരുമ്പോൾ കാര്യങ്ങൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്. മറ്റു പല സീസണുകളിലും ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഫാക്ടർ എല്ലാം നടക്കുന്നുണ്ട്. ഇപ്പോൾ സീസൺ 5 ഇതിൻ്റെ ഫൈനൽ സീസൺ ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഏറെ കുറേ ഒരു ഐഡിയ ഉണ്ട് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. എക്സാക്ട്ലി ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ഹാപ്പൻ. അല്ലാണ്ട് വേറെ ട്വിസ്റ്റുകളൊന്നും ഈ സീരീസിൽ അല്ലെങ്കിൽ സീസൺ 5 പറഞ്ഞു വയ്ക്കുന്നില്ല. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം ഇവിടുത്തെ എൻഡിങ് അല്ല. ഇപ്പോൾ എൻഡിങ്ങിലെ പ്രെഡിക്റ്റബിലിറ്റി ഒന്നും അല്ല ഇവിടുത്തെ പ്രശ്നം, ഹൗ വി റീച്ച് ടു ദാറ്റ് എൻഡിങ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ അത്യാവശ്യം എൻഡിങ് മോശമാണെങ്കിൽ പോലും ഒരു പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഒരു നല്ലൊരു ബിൽഡ് കിട്ടി അവിടെ അവസാനം കൊണ്ടുപോയി കുളവാക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഗെയിം ഓഫ് ത്രോൺസ് പറഞ്ഞ സീരീസിന് പോലും സംഭവിച്ചത് അതാണ്. അതായത് അവരുടെ എൻഡിങ്, ഇപ്പോൾ ബ്രാൻ ദ ബ്രോക്കൺ രാജാവാകുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ എങ്ങനെ ബ്രാൻ ദ ബ്രോക്കൺ രാജാവായി അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. സിമിലർലി ഈ ബോയ്സിനും ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ 8 എപ്പിസോഡ്സ് ഉണ്ടെങ്കിലും 7 എപ്പിസോഡ്സ് വളരെ പതിഞ്ഞ താളത്തിലാണ് പോകുന്നത്. കാര്യമായി ഒരു സ്റ്റോറി അഡ്വാൻസ് ഇവിടെ നടക്കുന്നില്ല, കാര്യമായി ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. പക്ഷേ ലാസ്റ്റ് എപ്പിസോഡ്, അതായത് ഫിനാലെ എപ്പിസോഡിൽ എല്ലാം കൂടി അങ്ങ് ഫോഴ്സ് റഷ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ലൈക്ക് വൺ സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ മെയിൻലി പറയുകയാണെങ്കിൽ ബോയ്സ് എന്ന സീരീസിനേക്കാൾ കൂടുതൽ ഒരു ഫാൻസ് ഉണ്ടാകുന്ന ഒരു ക്യാരക്ടറാണ് ഹോംലാൻഡർ എന്ന് പറയുന്നത്. ആന്റണി സ്റ്റാർ അഭിനയിച്ചിട്ടുള്ള ഹോംലാൻഡർ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ ഈ ഹോംലാൻഡർ ഇല്ലെങ്കിൽ ബോയ്സ് ഇല്ല എന്നുള്ള ഒരു സിനാരിയോയിലായിരിക്കണം ഹോംലാൻഡറിൻ്റെ ഡെത്ത് അത്രയും നീട്ടി വെച്ചത്. ഇപ്പോൾ ഇതിലൊരു ഫിനാലിസിൻ്റെ ഒരു പകുതി ആകുമ്പോഴോളം ഹോംലാൻഡറിനെ ബുച്ചർ കൊല്ലുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പോൾ ഈ ആഫ്റ്റർ ദാറ്റ് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിലെ ഒരു ഇമോഷൻ ചേഞ്ച് അല്ലെങ്കിൽ ബുച്ചറിൻ്റെ റിയാക്ഷനൊക്കെ ഭയങ്കര ഫോഴ്സ്ഡ് അല്ലെങ്കിൽ അത്രയും സ്പീഡിലായിട്ട് പോകാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രത്തോളം ഒരു ഇമോഷണൽ ഇമ്പാക്റ്റ് ഇവിടെ കിട്ടുന്നില്ല. ബട്ട് ടു ബി വെരി ഫ്രാങ്ക്, അറ്റ്ലീസ്റ്റ് ഹോംലാൻഡിൻ്റെ അടുത്ത് ലാസ്റ്റ് എപ്പിസോഡ് അല്ലെങ്കിൽ 7th എപ്പിസോഡ് സംഭവിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ 8th എപ്പിസോഡ് ആ ഒരു സ്റ്റോറി ആർക്കിനൊരു പ്ലോട്ട് ഉണ്ടായിരുന്നു. എല്ലാവരുടെ ക്യാരക്ടർ ആർക്കും നല്ല രീതിയിൽ തന്നെ എൻഡ് ചെയ്തിട്ടുണ്ട്, ഒരു പ്രോപ്പർ ക്ലോഷർ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പോസിറ്റീവ് തന്നെയാണ്, ഒരിക്കലും മോശം പറയാനില്ല. അപ്പോൾ ലാസ്റ്റത്തെ ഒരു 5 minutes നല്ല രസമായിരുന്നു. ഇപ്പോൾ പിയാനോ മാൻ എന്ന് പറയുന്ന മ്യൂസിക്കൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ല രസമായിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും ഇവിടെ പറയാനുള്ളത് ലൈക്ക് നല്ല പൊട്ടൻഷ്യൽ ഉള്ളൊരു സീരീസ് ആയിരുന്നു, എന്നാൽ അത്രത്തോളം പൊട്ടൻഷ്യലേക്ക് ഇവർക്ക് ഫിനാലെ എത്തിക്കാൻ പറ്റിയിട്ടില്ല. സോ അത് തന്നെയാണ് ഈ സീരീസിൻ്റെ മേജർ ഡ്രോബാക്ക്. സോ ഇതുവരെ ഈ സീരീസ് കണ്ടിട്ടില്ലാത്തവരോട് പറയാനാണെങ്കിൽ ഗിവ് ഇറ്റ് എ ഗോ. അത്ര മോശം സീരീസ് ഒന്നുമില്ല, അത്ര കുറച്ച് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സീരീസാണ് ഇത്. പക്ഷേ അതേസമയം ഇപ്പോൾ സീസൺ 4 വരെ കണ്ട് 5th സീസൺ കാണാൻ നിൽക്കുന്നവരുടെ അടുത്ത് ഒരു ലോ എക്സ്പെക്റ്റേഷനിൽ കാണാം. കാരണം 7 എപ്പിസോഡ്സ് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്, എന്തൊക്കെ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷേ 8th എപ്പിസോഡ്സ് എല്ലാം കൂടി അങ്ങ് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര സൂപ്പർ ഫാസ്റ്റിലാണ് പോകുന്നത്. ഇപ്പോൾ ഒരു 5 സീസൺ റൺ ചെയ്തൊരു സീരീസ് എന്നതിനെ അപേക്ഷിച്ച് അതൊരു ഐഡിയൽ സിനാരിയോ അല്ല. മാത്രമല്ല ഒരു ഗ്രാൻഡ് ഫൈറ്റ് അല്ലെങ്കിൽ വിത്ത് എ ലോട്ട് ഓഫ് സൂപ്സ് ഒരു ഭയങ്കര ഫൈറ്റൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നവരെ നിരാശപ്പെടുന്ന രീതിയിലുള്ളൊരു ഫിനാലെയാണ് സംഭവിക്കുന്നത്. കാരണം അങ്ങനെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. സോ ഒരു ഓവറോൾ ഐ ക്യാൻ സേ ഇറ്റ്സ് എ ഗുഡ് സീരീസ് until at least definitely first 3 seasons was fantastic, got it. Season 4 was above average. Season 5 is mediocre. അത് എസ്പെഷ്യലി അതിൻ്റെ എൻഡിങ് വാസ് ഗുഡ്, ബട്ട് അത് അവിടെ എത്താനുള്ള ഒരു പാത്ത് ഇപ്പോൾ കിമിക്കോക്ക് പവർ ചെയ്യുന്നതൊന്നും അത്രത്തോളം അങ്ങ് സാറ്റിസ്ഫാക്ടറി ആയിട്ട് എനിക്ക് തോന്നിയില്ല. സോ എനിവേസ് ഓവറോൾ ഇറ്റ്സ് ആൻ above average series. Go for it if you have some time.